പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭയങ്കര മഴയാണ്. ശരിക്കും ഒരു മഴ കണ്ടില്ലേ? മഴയൊക്കെ പെയ്ത് ആ നെല്ലിച്ചെടിയിലൂടെയൊക്കെ വെള്ളം വീഴുന്നതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ ചെടികളൊക്കെ നിൽക്കുന്നു. അവിടെ എല്ലാം ഭയങ്കര മഴയാണ്. ഈ മഴയെന്ന് പറയുമ്പോൾ നമ്മളെ ഒരു വൃഥാതൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകും. അതിൽ ഒരാൾ വയൽക്കരയിലൂടെ കുടയും നോക്ക് മഴ പെയ്തിപ്പോൾ മഴ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ഓർത്തൊരു വീഡിയോ കൊടുക്കാം, എൻ്റെ ഗൈഡ്സിന് കാട്ടിക്കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാനിപ്പോഴും ഈ മഴ കാണുമ്പോൾ ഞാൻ എൻ്റെ ഭൂതകാലത്ത് നോക്കിയാണ് തിരിഞ്ഞു നോക്കാറുണ്ട്. ഞാനൊരു കുട്ടിയായിരുന്നു എന്നെ കാണിക്കുന്നു. എനിക്ക് നല്ല ഓർമ്മകളൊക്കെ അപ്പോഴാണ് വരുന്നത്. ഈ കണ്ണില്ല കണ്ണുണ്ട. അപ്പോൾ ഞാൻ ഇതുണ്ട്, ഒരു അരുവിത്തോടൊക്കെ വഴി കാണുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെയുള്ള അരുവിത്തോടില്ല. കാരണം അവിടെ എല്ലാം ഭയങ്കര ഈ സമയത്തൊക്കെ നല്ല പാടമെല്ലാം നല്ല പാടമാണ്. കണ്ടം നിലമാണ് അവിടെ വരുമ്പോൾ കോരി നല്ല കൃഷിയാണ്. നല്ല കൃഷിയെന്ന് വെച്ചാൽ കൃഷിയാണ്. നമ്മളിങ്ങനെ ഈ സമയത്ത് ജൂലൈ മാസമൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴാണ് കണ്ടൊക്കെ കാടൊക്കെ പിടിച്ച് കുറേയൊക്കെ നിലമൊക്കെ നികത്തി വാഴയും തെങ്ങും കമുകും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൂടെ അപ്പോൾ അതിൻ്റെ കൂടെ ഈ മണ്ണ് കോരി മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് പല ഭാഗങ്ങളും. എന്നിട്ട് അതിൻ്റെ ചെളിമണ്ണാണല്ലോ ഇവിടെയൊക്കെ. അപ്പോൾ കണ്ടത്തിൻ്റെ നടുക്ക് കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാലുകൾ കോരിയിട്ടുണ്ട്, വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകുന്നതിന് വേണ്ടി. എപ്പോഴായാലും പ്രകൃതി എന്ന് പറയുമ്പോൾ ഒരു ഭംഗി തന്നെയാണ്. ഈ ഭംഗിയൊന്നുമല്ല അന്നുണ്ടായിരുന്നത്. നെല്ലിങ്ങനെ നിരനിരയായിട്ട് ഏല എന്ന് പറയും. ഈ ഇതൊരു വലിയ ഏലയാണേ. അപ്പോൾ ഇതിൻ്റെ ഇതുവഴി ഇങ്ങനെ നെല്ലെല്ലാം ഇങ്ങനെ കൃഷി ചെയ്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല പച്ചപ്പാണ് നല്ലത്. ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇങ്ങനെ നെല്ലിങ്ങനെ വിളഞ്ഞ് നെല്ലിങ്ങനെ കതിരൊക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് ചിങ്ങമാസം, ഇപ്പോൾ ഇതിപ്പോൾ കർക്കിടക ആണല്ലോ. അപ്പോൾ ഈ ചിങ്ങമാസത്തോടു കൂടി ചിങ്ങമാസത്തിന് മുൻപാണ് നമ്മൾ കൊയ്ത്തൊക്കെ കഴിയുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് കൊയ്ത്താകുമ്പോഴത്തേക്ക് നെല്ലെല്ലാം വിളഞ്ഞ് പഴുത്ത് നിൽക്കും. ഒരു ഭംഗിയാണ്. നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് നെല്ലിങ്ങനെ നിൽക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നടന്നു പോകുവാനുള്ള നല്ല ഇച്ചിരി വീതിയുള്ള വരമ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ വരമ്പൊക്കെയാണ് നമുക്ക് അവിടെ റോഡായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എന്തോ ഭംഗിയായിട്ടെങ്ങാണ്ടാണോ. പ്രകൃതിയുടെ സൗകുമാര്യത ഇതൊന്നുമല്ല. പ്രകൃതിയുടെ സൗകുമാര്യത ഞാൻ ആവോളം ആസ്വദിച്ചിരുന്ന ഒരാളാണ്. എനിക്ക് അന്നും ഇന്നും പ്രകൃതിയോട് അതിരറ്റ സ്നേഹമാണ്. പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? എന്നേക്കാൾ നല്ല കഥാകാരും കവികളും ഒക്കെ ചിത്രകാരും ഒക്കെ ഉണ്ടായിരിക്കും ഇതിൽ കാണുന്നവരൊക്കെ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ തെങ്ങും ഒക്കെ നിൽക്കുന്നത്. അവിടെ എന്തായിരുന്നു എന്ന് ശരിക്കും നെൽപ്പാടമായിരുന്നു അത്. ഇന്നിപ്പോൾ അവിടെ ഒരു വലിയ കുഴിയും കുളവും ഒക്കെ എടുത്തിട്ടിരിക്കുക. അതായത് നമ്മുടെ നിലത്തിൻ്റെ ആ ഭംഗി അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കേരളത്തിലിങ്ങനെ ആ നെൽപ്പാടങ്ങൾ പോയപ്പോൾ ആണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചേഞ്ചായത്. അപ്പോൾ ഇങ്ങനെയുള്ള കാലാവസ്ഥയോ കാറ്റോ മഴയോ ഒന്നുമല്ല. ഇന്നിപ്പോൾ നേരം തെറ്റിയാണ് കാറ്റടിക്കുന്നത്, മഴ പെയ്യുന്നത്, കാലവർഷം മാറുന്നു. അതിൻ്റെ ക്രമങ്ങളിലെല്ലാം മാറ്റമാണ്. പണ്ട് എൻ്റെയൊക്കെ കുഞ്ഞുകാലത്ത് കുഞ്ഞായിരിക്കും, വളരെ കൊച്ചായിരിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ആ കാലവർഷം വരുന്നിട്ട് ഇപ്പോൾ ജൂൺ 1 ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന അന്ന് തന്നെ മഴയാണ്. നമ്മൾ പറയും കുട്ടികളുടെ പുത്തൻ ഉടുപ്പൊക്കെ ഇങ്ങനെ നനയ്ക്കുവാൻ. പുത്തൻ ഉടുപ്പാണല്ലോ അന്നത്തെ എല്ലാ സ്കൂളിൽ യൂണിഫോമൊന്നുമില്ല. പുത്തൻ ഉടുപ്പൊക്കെ ഇങ്ങനെ നനയ്ക്കുകയാണ്. കുടയൊക്കെ പിടിച്ച് കുഞ്ഞുങ്ങൾ നടന്നു പോകുന്നത് കാണുവാൻ തന്നെ വലിയൊരു ഭംഗിയാണ്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ നല്ല രീതിയിൽ വലിയ സ്കൂളിൽ വിടണം, കുട്ടികളെ ഒന്നുകൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് ഒട്ടുമിക്ക കുട്ടികളും സ്കൂൾ ബസ്സിലാണ്. നടന്നു പോകുന്ന കുട്ടികളെ കാണുവാനില്ലെന്ന്.
അപ്പോൾ ഇന്നിപ്പം നടക്കുവാനും ഒക്കത്തില്ല, കുഞ്ഞുങ്ങളെ നമ്മൾ റോഡിലൂടെ നടത്തുവാനും ഒന്നും പറ്റില്ല. കാരണം എല്ലായിടും ഭയങ്കര ക്രൗഡഡ്, ഭയങ്കര ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ ബൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ മരങ്ങ് പറപ്പിക്കുകയാണ്. പറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ എങ്ങനെ വിശ്വസിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ റോഡിലൂടെ തനിയെ വിടാൻ പറ്റും? പണ്ടൊക്കെ കുറേ പിള്ളേർ കാണും, ഒരു ഗ്രാമത്തിൽ നിന്നും പിള്ളേരൊക്കെ പോകുമ്പോൾ കുറേ പിള്ളേർ ഒന്നിച്ച് കൂട്ടുകൂടിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. നമ്മുടെ അടുത്ത് സ്കൂളുണ്ട്, നമ്മളവിടെ പോയി LP സ്കൂള്, അവിടെ സ്കൂളിൽ പോകും, ഒന്നിച്ചാണ് പോകുന്നതും വരുന്നതുമൊക്കെ ഒന്നിച്ചാണ്. അത് തന്നെ ഒരു നല്ല ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് സൗഹൃദം മാത്രമേ ഉള്ളൂ. അന്നെന്ന് വെച്ചാൽ പട്ടിണിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഈ നെല്ലുകളൊക്കെ നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെയാണ് ഈ കൊയ്യുവാനും ഒക്കെ പോകുന്നത്. നെല്ല് കൊയ്ത് കറ്റയൊക്കെ മെതിച്ച് അതിൽ നിന്നൊക്കെയുള്ള നെല്ലൊക്കെ കൊണ്ടുവന്ന് പുഴുങ്ങി ഉണക്കി വേണം നെല്ല് കുത്തിച്ച് വേണം നമ്മൾ ചോറൊക്കെ വെക്കുന്നത്. ആ ചോറിന് തന്നെ എന്തോ ഒരു ടേസ്റ്റാണ് കഞ്ഞിവെള്ളം കുടിക്കുന്നതിനുമൊക്കെ. അപ്പോൾ അതാണ് ഗൃഹാതുരത്വം എന്ന് പറയുന്നത്. ഗൃഹാതുരത്വം തന്നെയാണ്. നമ്മളിപ്പോൾ ഗൃഹാതുരത്വം എന്ന് പറയുന്നതെങ്കിൽ പോലും നമ്മൾ പഴയ കാലങ്ങളെ മാടി വിളിച്ച് നമുക്ക് പോകാനൊക്കില്ല. പക്ഷേ നമ്മുടെ കൃഷികളൊക്കെ നമ്മുടെ ഈ കണ്ടമൊക്കെ ഒന്നുകൂടെ ഒന്ന് നികത്തി ഇവിടേക്ക് നെൽവയലുകളാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. കാരണം നമ്മുടെ കാലാവസ്ഥയൊക്കെ തിരിച്ചു കൊണ്ടുവരുവാൻ ആ നെൽവയലുകളൊക്കെ ഒന്നുകൂടി പുനർജീവിച്ചുവെങ്കിൽ കൊള്ളാമായിരുന്നു. അന്നത്തെ കർഷകരെ ഞാൻ ഓർക്കുകയാണ്. ഇത്രയും അധികം കൂലിയൊന്നും അന്ന് കിട്ടിയിരുന്നില്ല. ഇപ്പോഴത്തെ ആളുകൾ ഒരുപാട് സന്തോഷം